കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് ബുള്ളറ്റിൻ്റെ റോയൽ ഫീൽഡ് ബുള്ളറ്റിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലൈൻറ്റ് വരുന്ന കാര്യം, കംപ്ലൈൻറ്റ് വരാതെ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യത്തെ പറ്റിയുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ വിവരിക്കുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഈ ചെയിൻ നമ്മൾ ലൂബ് ചെയ്തും ഓയിലിട്ട് ഓയിലിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്ന ചെയിൻ നല്ല ഫ്ലെക്സിബിളായിരിക്കും. ഇതേപോലെ ചെയിൻ നല്ല ഫ്ലെക്സിബിളായിട്ട് ഇതേപോലെ നല്ല ഫ്രീ ആയിട്ടിരിക്കും. അതേപോലെ നമ്മൾ ചെയിനിലെ ലൂബ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വളഞ്ഞിരിക്കുകയും ചെയ്യും. ഈ ചെയിനിന് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കാണ് ഈ സ്പ്രോക്കറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ചെയിൻ ലോക്ക് വരുന്ന ഭാഗത്ത് കൂടുതൽ ലോഡ് വന്ന് അതിങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഈ ചെയിനിൻ്റെ ഈ പല്ല് ഒന്നട വിട്ട് കട്ടായി പോകുന്നത്. ഒന്നട വിട്ട് കട്ടായി പോയിട്ട് പിന്നീട് ഇത് മൊത്തം ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ടീത്ത് കംപ്ലീറ്റ് അങ്ങ് പോകും. പക്ഷെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഈ ചെയിൻ നമ്മൾ ചെയിൻ എപ്പോഴും ലൂസ് വന്നിരുന്നാലും ബാക്ക് വീല് ഫ്രീ ആയിട്ടൊന്നുമില്ല, കറക്കി നിർത്തി ചെയിൻ ഏത് ഭാഗത്താണ് ടൈറ്റ് വരുന്നത് ടൈറ്റ് വരുന്ന ഭാഗത്ത് 1.5 ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ പ്ലേ ഇട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് ലൂബ് തിൻ ഓയിലും കൂടെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കണം. തിൻ ഓയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വരുന്നതെന്ന് വെച്ചിരുന്നാൽ ഇതിനകത്ത് വരുന്ന ഓറിങ്ങുണ്ടല്ലേ, ഇതേപോലത്തെ ഓറിങ്ങുകൾ ഓരോന്നിൽ ഈ മണ്ണ് ഉള്ളിലോട്ട് കടക്കാതിരിക്കാനായിട്ട് വേണ്ടിയുള്ളതാണ് ഈ ഓറിങ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓറിങ് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഈ ഓറിങ് ഹാർഡായി പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ എത്ര ഓയിലിട്ടാലും എത്ര ലൂബ് ഒഴിച്ചാലും ലൂബ് സ്പ്രേ ചെയ്താലും ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കില്ല. ഇതിനകത്ത് വരുന്നത് ചെയിനിൽ വരുന്നത് ഇതേപോലത്തെ ഇന്നർ ബുഷുണ്ട്, ഔട്ടർ ബുഷുണ്ട്, റോളർ ബുഷുണ്ട്. പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ചെയിനിൻ്റെ പിന്നാണ് കിടക്കുന്നത്. ചെയിനിൻ്റെ പിന്നിങ്ങനെ കിടക്കും. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താണ് ഇതിങ്ങനെ ഓടുന്നത്. ഈ ചെയിനിലിങ്ങനെ ഓടുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഓടുന്ന സമയത്ത് ഇത് നല്ല ഫ്രീ ആയിരിക്കും. പക്ഷേ ഇതിൽ ലൂബ്രിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ പിന്ന് വരുന്ന ഭാഗത്തും ഈ ബുഷ് വരുന്ന ഭാഗത്തും ഇത്ര ഹാർഡ് ടെമ്പറുള്ള ബുഷാണിത്. ഈ ചെയിനിൽ വരുന്നതെല്ലാം നല്ല ഹാർഡ് ടെമ്പറാണ്. അത് അരം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞിരുന്നാൽ ഒന്ന് ഉരയ്ക്കാൻ നോക്കിയാൽ തെന്നിപ്പോവേ ഉള്ളൂ, ഒരിക്കലും പിടിക്കില്ല, അരം പിടിക്കില്ല. അപ്പോൾ അത്ര ഹാർഡ് ടെമ്പറിലുള്ള വസ്തുതയാണ് ഈ ചെയിന്. പിന്നീട് ഈ ചെയിനിലുള്ള ലൂബ്രിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ചെയിൻ സ്പ്രോക്കറ്റ് നഷ്ടപ്പെടുന്നത്. കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 25,000 കിലോമീറ്റർ കമ്പനി പറയുന്ന 25,000 കിലോമീറ്റർ ഓടുകയും ചെയ്യും. അതിനുപരി നമ്മൾ ഈ ചെയിനിലൊക്കെ ഓരോ 5,000, 6,000, 7,000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ഈ ചെയിൻ കണക്റ്റിംഗ് ലിങ്ക് കൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞിരുന്നാൽ മാറ്റിയ ഈ ചെയിൻ 25,000 എന്ന് പറയുന്നത് 35,000 പുറത്തു ഓടും. പക്ഷേ മറ്റുള്ള വിശേഷങ്ങളും ചെയിൻ സ്പ്രോക്കറ്റും അടുത്ത ഇതിനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നന്ദി.